ഈ ഒരു ക്യൂട്ട് എസ്തെറ്റിക് വാഷിംഗ് ടാപ്പ് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിലും കളേഴ്സിലും ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന ട്രാൻസ്പാരന്റ് കവറാണ്. അതൊന്ന് A4 സൈസിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊണ്ട് സ്കെച്ച് വെച്ച് ഇതുപോലെ നല്ലോണം ഒന്ന് വരച്ചെടുക്കാം. പിന്നെ അതിന്റെ താഴെ ആയിട്ട് ഓരോരോ സ്കെച്ച് വെച്ച് ഇതുപോലെ വരച്ചെടുത്താൽ മതി ട്ടോ. ടോട്ടൽ ഞാൻ 5 സ്കെച്ചാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ ഈ കളറൊക്കെ മിക്സായി കുറച്ചുകൂടെ ഭംഗിയിൽ കിട്ടും. പിന്നെ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം എടുത്ത് ഇതുപോലെ മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ ഒരു A4 ഷീറ്റ് എടുത്ത് കറക്റ്റ് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കൈ വെച്ച് എല്ലായിടത്തും നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കളർ ഇതിലോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ആയ ശേഷം ആ ഒരു A4 ഷീറ്റ് ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഇനി അത് ഉണങ്ങിയ ശേഷം വൈറ്റ് ഫാബ്രിക് പെയിന്റ് എടുത്ത് ബ്രഷിൽ ചെറുതായിട്ട് ടിപ്പ് ചെയ്ത് ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. ഇനി സ്കെയിൽ വെച്ച് 2-2 എന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ 2, 4, 6 എന്ന അളവിൽ വരച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഓരോ ലൈനിൽ വരച്ചു കൊടുക്കുക. ആ ലൈൻ അനുസരിച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു കളർ കോമ്പോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോണ്ടാകുന്ന ഒരു ഭംഗിയില്ല. ആ ഭംഗി എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത്. ഇനി വാഷി ടാപ്പ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നോട്ട്ബുക്കിന്റെ കവറാണ്. അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊന്ന് വട്ടത്തിൽ റോൾ ചെയ്ത് കൊടുക്കണം. എല്ലാം ഒരേ സൈസിൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ളത് വെച്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ എല്ലാം വട്ടത്തിലൊന്ന് റോൾ ചെയ്ത് അറ്റത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു പേപ്പർ അറ്റത്ത് സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചതിന് ശേഷം ഫുൾ ഒന്ന് റോൾ ചെയ്തെടുക്കാം. പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് അത് അങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കില്ലല്ലോ. അതുകൊണ്ട് അത് അതിന് വരാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ചെറിയ സംഭവം കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതാവുമ്പോൾ നമുക്ക് ഈസിയായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനും തിരിച്ച് ലോക്ക് ചെയ്യാനും പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള വാഷി ടാപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ?